നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഗ്യാസ് പൈപ്പ് ലൈനിൽ കുഴിയെടുത്തു. മഴ പെയ്തതോടെ മതിലിടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. കാനച്ചേരി സിദ്ദിഖ് പള്ളിക്ക് സമീപം കെ മുഹമ്മദ് അലിയുടെ വീടിന്റെ മതിലാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞു വീണത്. വീടിന്റെ മതിലിനോട് ചേർന്ന മൺറോഡിൽ 2 ആഴ്ച മുമ്പ് ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കുഴിയെടുത്തിരുന്നു. 12 അടിയോളം ഉയരമുള്ള മതിൽ തകരാൻ ഇതാണ് കാരണമെന്ന് വീട്ടുകാർ പറഞ്ഞു. കുഴിയെടുക്കുമ്പോൾ വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. അടുത്ത വീട്ടുകാർ മതിലിനോട് ചേർന്ന് കുഴിയെടുക്കുന്നത് അപകടം വരുത്തുമെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ തൊഴിലാളികൾ മുഖവിലേക്കെടുത്തില്ലെന്നും പറയുന്നു. കുഴിയെടുത്ത് ആ ഭാഗത്തുള്ള മതിലാണ് തകർന്നത്. 12 അടിയോളം ഉയരമുള്ള മതിലിന്റെ കീഴ്വശം അശാസ്ത്രീയവും ദീർഘവീക്ഷണവുമില്ലാത്ത വിധം ഗ്യാസ് പൈപ്പ് ലൈനിനു വേണ്ടി കുഴിയെടുത്തതാണ് മതിൽ തകരാനും ലക്ഷങ്ങളുടെ നഷ്ടം വീട്ടുടമയ്ക്ക് സംഭവിക്കാനും കാരണമെന്ന് ബന്ധു NK സലാം പറഞ്ഞു. കാനച്ചേരി സിദ്ദിഖ് പള്ളി സമീപത്തുള്ള വീടാണ്, സഹോദരിയുടെ വീടാണ്. അപ്പോൾ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഈ ഗ്യാസിൻ്റെ പൈപ്പിന് താഴെ ഒരു വീട് മാത്രമേ ഉള്ളൂ, ഒരു സ്വകാര്യ റോഡാണ്. ഈ മതിലിൻ്റെ തൊട്ട് സൈഡിലൂടെയാണ് ഇവർ കയറിയത്. അപ്പോൾ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ഈ കുഴിയെടുത്ത് പൈപ്പിട്ട് പോയി. 2 ആഴ്ച മുമ്പാണ് മഴ പെയ്ത് ആദ്യത്തെ മഴയിൽ തന്നെ ഇടിഞ്ഞു പണി. 22 വർഷമായിട്ട് പടുത യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഫുൾ സ്ട്രോങ് ആയിട്ട് കെട്ടിയ കുളവും പവിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് പില്ലറിട്ട ഒരു മതിലാണ്. ഇതാണ് അവസ്ഥ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ, വാർഡ് മെമ്പർ P മുഹമ്മദ് അലി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അശാസ്ത്രീയമായി ഗ്യാസ് പൈപ്പിന് കുഴിയെടുത്തത് മതിലിടിയാൻ കാരണമായവർക്കെതിരെ നടപടിയെടുക്കാനൊരുങ്ങുകയാണ് വീട്ടുകാർ.